നിൽക്കൂ, ഒരു നിമിഷം അവിടെ തന്നെ നിൽക്കൂ. നിങ്ങളിപ്പോൾ പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുക്കാൻ പോകുകയാണെങ്കിലോ അല്ലെങ്കിൽ മൊബൈൽ എടുത്ത് ഏതെങ്കിലും കടക്കാരന് ബില്ലടക്കാനോ മറ്റെന്തെങ്കിലും ആവശ്യത്തിനോ പണം നൽകാൻ പോകുകയാണെങ്കിലോ നിങ്ങളുടെ കൈകൾ അവിടെ തന്നെ നിർത്തുക. നിങ്ങളിപ്പോൾ ഈ ലോകത്തിന് നൽകാൻ പോകുന്ന ആ നോട്ടോ നാണയമോ ഡിജിറ്റൽ തുകയോ ഇപ്പോൾ നൽകരുത്. കുറഞ്ഞത് ഈ വീഡിയോയിലെ ഓരോ വാക്കും നിങ്ങളുടെ മനസ്സിലും ആത്മാവിലും പതിയുന്നതുവരെയെങ്കിലും അത് നൽകരുത്. കാരണം ഈ ആഴത്തിലുള്ള രഹസ്യമറിയാതെ നിങ്ങൾ ഇന്ന് ആ പണം ചിലവാക്കിയാൽ ആ പണം നിങ്ങളിൽ നിന്ന് എന്നേക്കുമായി പോയി എന്ന് മനസ്സിലാക്കുക. ആ പണം മരിച്ചു. അതിന്റെ അസ്തിത്വം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. എന്നാൽ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ആ മാന്ത്രിക സൂത്രം, ആ രഹസ്യക്കോഡ് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അതേ പണം, അതേ 100-ന്റെയോ 500-ന്റെയോ നോട്ട് ഒരു വിശ്വസ്തനായ സൈനികനെപ്പോലെ ഈ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുകയും തന്നോടൊപ്പം നൂറുകണക്കിന് പുതിയ സുഹൃത്തുക്കളെയും കൂട്ടി നിങ്ങളുടെ പോക്കറ്റിലേക്ക് തന്നെ മടങ്ങിയെത്തുകയും ചെയ്യും. ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു, ഇതൊരു സാധാരണ വീഡിയോ അല്ല. വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ നിങ്ങൾക്ക് 7 ദിവസത്തെ 1 മണി ചലഞ്ച് നൽകും. അത് നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റിമറിക്കും. അതിനാൽ 1 സെക്കൻഡ് പോലും സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കരുത്. വീഡിയോ സ്കിപ്പ് ചെയ്യാനും നിൽക്കരുത്. നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് സ്വാഗതം. സാധാരണക്കാരുടെ കണ്ണുകളിൽ നിന്ന് എപ്പോഴും മറഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യത്തിന്റെ ആഴത്തിലുള്ള തലങ്ങൾ നാം തുറന്നുകാട്ടുന്ന സ്ഥലമാണിത്. ഇന്നത്തെ വിഷയം നിങ്ങളുടെയും എന്റെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. പണം, സമ്പത്ത്, ഐശ്വര്യം. ഇതെല്ലാം എങ്ങനെ സമ്പാദിക്കാമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ രാവും പകലും വിയർപ്പൊഴുക്കുന്നു. ബാങ്കിൽ നിക്ഷേപിക്കാനും നമുക്കറിയാം. എന്നാൽ വളരെ കൈപ്പേറിയ ഒരു സത്യം കേൾക്കൂ. നമ്മളിൽ 99% ആളുകൾക്കും ഇതെങ്ങനെ ചിലവാക്കണമെന്നറിയില്ല. അതെ, നിങ്ങൾ കേട്ടത് തികച്ചും ശരിയാണ്. ചിലവാക്കുക എന്നത് വെറുമൊരു ഗതികേടല്ല, അതൊരു കലയാണ്. വളരെ ആഴത്തിലുള്ള ഒരു ക്വാണ്ടം സയൻസാണ്. ഈ ശാസ്ത്രമറിയാത്തൊരു വ്യക്തി തന്റെ ജീവിതത്തിൽ എത്ര പണം സമ്പാദിച്ചാലും അവന്റെ ഖജനാവും ഭണ്ഡാരവും എപ്പോഴും ശൂന്യമായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ആർക്കെങ്കിലും പണം നൽകുമ്പോൾ എപ്പോഴെങ്കിലും ആഴത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് നിങ്ങളുടെ പച്ചക്കറിക്കാരനോ പാലുകാരനോ അല്ലെങ്കിൽ മാസത്തെ വലിയ കറണ്ട് ബില്ലോ ആകട്ടെ, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഒരു കോണിൽ ചെറിയൊരു വേദനയുണ്ടാകുന്നു. എന്തോ ഒരു ഭയം തോന്നുന്നു. എന്റെ പണം കുറയുന്നു, എന്റെ ബാങ്ക് ബാലൻസ് കുറയുന്നു, എന്റെ കഠിനാധ്വാനത്തിന്റെ ഫലം പോകുന്നു എന്നൊരു അരക്ഷിതാവസ്ഥ നിങ്ങളുടെ മനസ്സിൽ കടന്നുവരുന്നു. ഈ ചോദ്യത്തിനുള്ള ഉത്തരം അതെ എന്നാണെങ്കിൽ എന്റെ സുഹൃത്തെ, നിങ്ങൾ വലിയൊരു അപകടത്തിലാണ്. ഈ ചെറിയ വേദന, ഈ അജ്ഞാതമായ ഭയം, ഈ സങ്കോചം എന്നിവയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സമ്പന്നനാകുന്നതിൽ നിന്ന് തടയുന്ന ഏറ്റവും വലുതും ശക്തവുമായ മതിൽ. നിങ്ങളുടെ സ്വന്തം കൈകൾ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സമ്പന്നതയെ ശ്വാസം മുട്ടിച്ചു കൊല്ലുകയാണ്. ഇന്ന് ഞങ്ങൾ വളരെ പ്രാചീനവും നിഗൂഢവും തികച്ചും ശാസ്ത്രീയവുമായ ഒരു രീതി നിങ്ങളോട് പറയാൻ പോകുന്നു. ഇത് നിങ്ങളുടെ ദൈനംദിന ശീലമാക്കുകയാണെങ്കിൽ നിങ്ങൾ ചിലവാക്കുന്ന ഓരോ രൂപയും നിങ്ങൾക്ക് വലിയൊരു നിക്ഷേപമായി മാറുന്നത് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. പണം ചിലവാക്കുമ്പോൾ മനസ്സിൽ പറയുന്നതിലൂടെ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ നിയമമായ ഒഴുക്കിന്റെ നിയമം സജീവമാക്കാൻ കഴിയുന്ന ഒരു അത്ഭുതവാക്യമാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. അതിനാൽ ഒട്ടും സമയം പാഴാക്കാതെ ഈ വലിയ രഹസ്യം നമുക്ക് വെളിപ്പെടുത്താം. എങ്ങനെയൊരു സാഹചര്യത്തിലും ഒരിക്കലും ശൂന്യമാകാത്ത ഒരു മാന്ത്രിക പാത്രമായി നമ്മുടെ പേഴ്സിനെ മാറ്റാമെന്ന് മനസ്സിലാക്കാം. ആദ്യമായി, കുട്ടിക്കാലം മുതൽ ഒരു വൈറസ് പോലെ നമ്മുടെ തലച്ചോറിൽ കുത്തിവയ്ക്കപ്പെട്ട ആ മനുഷ്യ മനഃശാസ്ത്രത്തെ നാം മനസ്സിലാക്കണം. നിങ്ങളുടെ കുട്ടിക്കാലം ഓർക്കുക. പണം വളരെ പരിമിതമായ ഒന്നാണെന്നാണ് നമ്മെ എപ്പോഴും പഠിപ്പിച്ചിട്ടുള്ളത്. പണം മരത്തിലാണോ കായ്ക്കുന്നത് എന്ന് ചോദിച്ച് നമ്മെ എപ്പോഴും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് പണം സംരക്ഷിച്ചില്ലെങ്കിൽ നാളെ തെരുവിൽ പട്ടിണി കിടന്ന് മരിക്കുമെന്ന് പറഞ്ഞ് നമ്മെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. ഈ നിഷേധാത്മക കാര്യങ്ങളെല്ലാം നമ്മുടെ ഉപബോധ മനസ്സിന്റെ ആഴങ്ങളിൽ ഇല്ലായ്മയുടെ ഒരു പാറ്റേൺ സൃഷ്ടിച്ചിരിക്കുന്നു. ഇതിനെ ദാരിദ്ര്യത്തിന്റെ മാനസികാവസ്ഥ എന്ന് വിളിക്കുന്നു. ഈ ഭയാനകമായ മൈൻഡ്സെറ്റ് കാരണം നമ്മൾ സമ്പാദിച്ച പണം ചിലവാക്കുമ്പോഴെല്ലാം നമ്മുടെ മനസ്സ് അതിനെ ഒരു നഷ്ടമായാണ് കാണുന്നത്. ആധുനിക ശാസ്ത്രമായ ന്യൂറോ സയൻസ് ഇന്ന് തെളിയിച്ചിരിക്കുന്നത്, ഒരു വ്യക്തി പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് മറ്റൊരാൾക്ക് നൽകുമ്പോൾ ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവോ ശാരീരിക വേദനയോ ഉണ്ടാകുമ്പോൾ പ്രതികരിക്കുന്ന തലച്ചോറിന്റെ അതേ ഭാഗം തന്നെയാണ് സജീവമാകുന്നത് എന്നാണ്. ശാസ്ത്രത്തിന്റെ ഭാഷയിൽ ഇതിനെ പണം നൽകുന്നതിന്റെ വേദന എന്ന് വിളിക്കുന്നു. ഇനി ഇവിടെ നിൽക്കൂ. ദീർഘമായി ശ്വാസമെടുത്ത് ആകർഷണ നിയമം എന്താണ് പറയുന്നതെന്ന് ചിന്തിക്കുക. ആകർഷണ നിയമം വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങൾ ഓരോ നിമിഷവും എന്താണോ അനുഭവിക്കുന്നത് അതുതന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആകർഷിക്കുന്നത്. ഈ അനന്തമായ പ്രപഞ്ചത്തിന് ഭാഷകളൊന്നും മനസ്സിലാകില്ല. ഇത് നിങ്ങളുടെ വികാരങ്ങളുടെയും നിങ്ങളുടെ വൈബ്രേഷന്റെയും ഭാഷ മാത്രമേ മനസ്സിലാക്കൂ. പണം നൽകുമ്പോഴോ ബിൽ അടക്കുമ്പോഴോ നിങ്ങൾക്ക് ഉള്ളിൽ വേദനയോ ഭയമോ തോന്നുന്നുണ്ടെങ്കിൽ, ദാരിദ്ര്യവും ഇല്ലായ്മയുമാണ് അനുഭവപ്പെടുന്നതെങ്കിൽ, നിങ്ങൾ ഈ പ്രപഞ്ചത്തിന് എന്താണ് സന്ദേശം നൽകുന്നത്? എനിക്ക് കുറവുണ്ട്, ഞാൻ ദരിദ്രനാണ്, ഞാൻ ഉള്ളിൽ ഭയപ്പെടുന്നു എന്ന് നിങ്ങൾ പ്രപഞ്ചത്തോട് വിളിച്ചു പറയുകയാണ്.
ഒരു വലിയ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ പോലെ പ്രവർത്തിക്കുന്ന ഈ പ്രപഞ്ചം നിങ്ങളുടെ ഈ ഭയപ്പെടുത്തുന്ന വികാരത്തിന്റെ ആയിരക്കണക്കിന് പുതിയ പകർപ്പുകൾ എടുക്കുകയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ അയക്കുകയും ചെയ്യുന്നു. ഫലമെന്താണ്? നിങ്ങളുടെ ചിലവുകൾ പെട്ടെന്ന് വർദ്ധിക്കാൻ തുടങ്ങുന്നു. നിങ്ങളുടെ വരുമാന വഴികൾ അടയുന്നു. വാഹനങ്ങൾ കേടാകുന്നു. അനാവശ്യ ബില്ലുകൾ എല്ലാ ദിവസവും നിങ്ങളുടെ വാതിലിൽ മുട്ടാൻ തുടങ്ങുന്നു. മുറുകെ പിടിച്ച് പണം സംരക്ഷിക്കാൻ നിങ്ങൾ എത്രത്തോളം ശ്രമിക്കുന്നുവോ, ഉണങ്ങിയ മണൽ പോലെ പണം അത്രയും വേഗത്തിൽ നിങ്ങളുടെ കൈകളിൽ നിന്ന് വഴുതിമാറുന്നു. പക്ഷേ എന്റെ സുഹൃത്തേ, ഇന്ന് ഈ ജീർണിച്ച പാറ്റേൺ നാം പൂർണ്ണമായും തകർക്കണം. ഈ വീഡിയോ കണ്ടതിനുശേഷം നിങ്ങളുടെ കാഴ്ചപ്പാട് എന്നേക്കുമായി മാറാൻ പോകുന്നു. പണം പോകുന്നതിലെ സങ്കടം മാറ്റി അതിനെ ശക്തിയുടെയും അധികാരത്തിന്റെയും വികാരമാക്കി മാറ്റണം. ഭയപ്പെടുന്ന ഒരു പിശുക്കന്റെ മാനസികാവസ്ഥയിൽ നിന്ന് പുറത്തുവന്ന് ഭയമില്ലാത്ത ഒരു രാജാവിന്റെ മാനസികാവസ്ഥയിലേക്ക് നാം വരണം. ഖജനാവുള്ളവനല്ല രാജാവ്. ആ ഖജനാവ് ലോകത്ത് ചിലവാക്കാനും കറക്കാനും ചങ്കൂറ്റമുള്ളവനാണ് യഥാർത്ഥ രാജാവ്. കാരണം തന്റെ ഖജനാവ് അനന്തമാണെന്നും അത് തിരികെ നിറയ്ക്കാനുള്ള വഴികൾ എപ്പോഴും തുറന്നിട്ടുണ്ടെന്നും ഒരു രാജാവിനറിയാം. ജപ്പാനിലെ ഏറ്റവും ധനികരായ ആളുകൾ നൂറ്റാണ്ടുകളായി രഹസ്യമായി ഉപയോഗിച്ചുവരുന്ന ആ മാന്ത്രികവിദ്യയുടെ സഹായം നാം ഇതിനായി തേടണം. എന്നാൽ ഇന്ന് നാം അതിനെ ഭാരതീയ ആത്മീയതയുടെയും ക്വാണ്ടം ഫിസിക്സിന്റെയും ആഴത്തിലുള്ള കാഴ്ചപ്പാടിൽ നിന്ന് മനസ്സിലാക്കും. പണം എന്നത് ജീവനില്ലാത്ത ഒരു കടലാസ് കഷ്ണമല്ലെന്ന് നിങ്ങൾ ഹൃദയത്തിൽ മനസ്സിലാക്കണം. പണം ജീവനുള്ള ഒരു ഊർജ്ജമാണ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാം ഊർജ്ജമാണെന്ന് ക്വാണ്ടം ഫിസിക്സ് വ്യക്തമായി പറയുന്നു. എല്ലാറ്റിനും അതിൻ്റേതായ ഒരു വൈബ്രേഷനുണ്ട്. പണത്തിനും അതിൻ്റേതായ ഒരു ഓർമ്മയുണ്ട്. തന്റെ ഉടമസ്ഥൻ തന്നെക്കുറിച്ച് യഥാർത്ഥത്തിൽ എന്താണ് ചിന്തിക്കുന്നതെന്ന് അതിനനുഭവിക്കാൻ കഴിയും. നിങ്ങൾ പണം എപ്പോഴും മുറുകെ പിടിച്ചാൽ, അതിനെ നിങ്ങളിൽ നിന്ന് അകറ്റാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, ഒരു ഇരുണ്ട ലോക്കറിൽ അതിനെ എന്നേക്കുമായി പൂട്ടിയിട്ടാൽ ആ ഊർജ്ജം ശ്വാസം മുട്ടി നശിക്കും. ഊർജ്ജം എപ്പോഴും ഒഴുകാൻ ആഗ്രഹിക്കുന്നു. വളരെ ലളിതമായ ഒരു ഉദാഹരണം നോക്കാം. വെള്ളം ഒരു കുഴിയിൽ ഒരിടത്ത് തന്നെ നിന്നാൽ എന്ത് സംഭവിക്കും? ആ വെള്ളം ചീഞ്ഞു പോകുന്നു. അതിൽ നിന്ന് ദുർഗന്ധം വമിക്കാൻ തുടങ്ങുന്നു. അതിൽ പുഴുക്കളുണ്ടാകുന്നു. എന്നാൽ നദിയിൽ നിരന്തരം ഒഴുകുന്ന വെള്ളം എപ്പോഴും ശുദ്ധവും മധുരവും തെളിഞ്ഞതുമായിരിക്കും. പണവും അതുപോലെ ഒഴുകുന്ന വെള്ളം തന്നെയാണ്. ഇംഗ്ലീഷിൽ പണത്തെ കറൻസി എന്ന് വിളിക്കുന്നു. ഈ വാക്ക് കറന്റ് എന്നതിൽ നിന്നാണ് വന്നത്. കറന്റ് എന്നാൽ പ്രവാഹം, ഒഴുക്ക്, വേഗത എന്നാണ് അർത്ഥം. അതിനാൽ പണം നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും വീണ്ടും മടങ്ങിവരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സന്തോഷത്തോടെ അതിനെ പോകാൻ അനുവദിക്കണം. എന്നാൽ ഒരു വ്യവസ്ഥയിൽ. ആ പ്രത്യേക വ്യവസ്ഥയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യം. എന്താണ് ആ മാന്ത്രിക കാര്യം? പണം നൽകുമ്പോൾ നിങ്ങൾ പറയേണ്ട ആ രഹസ്യവാക്യം എന്താണ്? ഇത് വളരെ ശ്രദ്ധയോടെ കേൾക്കൂ. ഇതൊരു സിദ്ധമന്ത്രം പോലെ നിങ്ങളുടെ മനസ്സിൽ എന്നേക്കുമായി പതിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ഒരു നോട്ട് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ മൊബൈൽ വഴി QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെന്റ് ചെയ്യുമ്പോഴോ ആ പണത്തിന് എന്നേക്കുമായി യാത്രാമൊഴി നൽകുന്നതിന് തൊട്ടുമുമ്പ് ഒരു നാനോ സെക്കൻഡ് നിർത്തുക. ആ നോട്ടിനെയോ മൊബൈൽ സ്ക്രീനിനെയോ വളരെ സ്നേഹത്തോടെ നോക്കുക. എന്നിട്ട് മനസ്സിൽ മറ്റാരും കേൾക്കാതെ പൂർണ്ണ വിശ്വാസത്തോടെയും അചഞ്ചലമായ ഭക്തിയോടും നിങ്ങളുടെ ആത്മാവിന്റെ പൂർണ്ണ ശക്തിയോടും കൂടി ഈ വാക്യം പറയുക. നന്ദി എന്റെ സുഹൃത്തേ, പോകൂ, ഈ ലോകത്തെ ഹൃദയം തുറന്ന് സേവിക്കൂ. നിന്നെപ്പോലുള്ള ആയിരക്കണക്കിന് സുഹൃത്തുക്കളോടൊപ്പം എന്റെ അടുത്തേക്ക് തന്നെ തിരികെ വരൂ. അതെ, ഈ വാക്യം കേൾക്കുമ്പോൾ വളരെ സാധാരണമായി തോന്നാമെന്ന് എനിക്കറിയാം. ഇതെന്ത് ബാലിശമായ കാര്യമാണെന്ന് നിങ്ങളുടെ യുക്തിസഹജമായ മനസ്സ് പറഞ്ഞേക്കാം. എന്നാൽ എന്നെ വിശ്വസിക്കൂ, ഈ കുറച്ച് വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ആഴത്തിലുള്ള ശാസ്ത്രം, മനഃശാസ്ത്രം, പ്രപഞ്ച ആത്മീയത എന്നിവ ഒരു ആറ്റം ബോംബിനേക്കാൾ ശക്തമാണ്. നമുക്കിത് ഡീകോഡ് ചെയ്യാം. ഇതിലെ ഓരോ വാക്കിന്റെയും ആഴങ്ങളിലേക്ക് പോകാം. അപ്പോൾ നിങ്ങളുടെ മനസ്സിന് ഇതിൽ 100% വിശ്വസിക്കാൻ കഴിയും. ആദ്യ വാക്ക് നന്ദി എന്നതാണ്. പണം ചിലവാക്കുമ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായി നന്ദി പറയുമ്പോൾ നിങ്ങളുടെ തലച്ചോറിന്റെ വയറിങ്ങിനെ നിങ്ങൾ മാറ്റുകയാണ്. സാധാരണയായി നമ്മൾ പണം ചിലവാക്കുമ്പോൾ കുറവിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നമ്മുടെ എന്തോ ഒന്ന് നഷ്ടപ്പെടുന്നുവെന്ന് തലച്ചോറിന് തോന്നുന്നു. എന്നാൽ നിങ്ങൾ നന്ദി എന്ന് പറയുമ്പോൾ കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധ ഇല്ലായ്മയിൽ നിന്ന് മാറി ലഭിക്കുന്ന കാര്യത്തിലേക്ക് മാറുന്നു. നിങ്ങൾ യഥാർത്ഥത്തിൽ എന്തിനാണ് നന്ദി പറയുന്നതെന്ന് ചിന്തിക്കുക. നിങ്ങൾക്ക് ചിലവാക്കാൻ കഴിവുള്ളതിന് നിങ്ങൾ പ്രപഞ്ചത്തോട് നന്ദി പറയുകയാണ്. നിങ്ങളിപ്പോൾ വാങ്ങുന്ന സാധാരണ സാധനങ്ങൾ പോലും വാങ്ങാൻ കഴിയാത്ത കോടിക്കണക്കിന് ആളുകൾ ഈ ലോകത്തുണ്ട്. നിങ്ങൾ നന്ദി പറയുമ്പോൾ നിങ്ങൾക്ക് കഴിവുണ്ടെന്നും നിങ്ങൾ ഉള്ളിൽ സമ്പന്നനാണെന്നും നിങ്ങൾ പ്രപഞ്ചത്തോട് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഇതാണ് പ്രകൃതിയുടെ മാറ്റമില്ലാത്ത നിയമം. നേരത്തെ തന്നെ നിറഞ്ഞിരിക്കുന്ന പാത്രത്തെ പ്രപഞ്ചം കൂടുതൽ നിറയ്ക്കുന്നു. നന്ദി പ്രകടിപ്പിക്കുക എന്നത് ഈ ലോകത്ത് സമ്പത്തിനെ ആകർഷിക്കാനുള്ള ഏറ്റവും വേഗമേറിയതും ഉയർന്നതുമായ ഫ്രീക്വൻസിയാണ്. അടുത്ത ഭാഗം പോകൂ, ലോകത്തെ സേവിക്കൂ എന്നതാണ്. ഇതൊരു വിപ്ലവകരവും പവിത്രവുമായ ചിന്തയാണ്. ഇത് നിങ്ങളുടെ പണത്തിന് ഒരു വലിയ ദൗത്യം നൽകുന്നു.
പണം കൈയിലെ അഴുക്കാണെന്നോ പണമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം എന്നോ ഒക്കെ നമ്മൾ കുട്ടിക്കാലം മുതൽ ചിന്തിക്കാറുണ്ട്. എന്നാൽ നിങ്ങൾ പോകൂ, ലോകത്തെ സേവിക്കൂ എന്ന് ഹൃദയത്തിൽ നിന്ന് പറയുമ്പോൾ ആ നിമിഷം തന്നെ നിങ്ങൾ ആ പണത്തിന്റെ ഊർജ്ജത്തെ പവിത്രമാക്കുന്നു. അല്പം ആഴത്തിൽ ചിന്തിക്കുക. ഒരു പാവപ്പെട്ട പച്ചക്കറിക്കാരന് നിങ്ങൾ 100 രൂപ നൽകുമ്പോൾ ആ 100 രൂപ വെറുമൊരു കടലാസ് കഷ്ണമല്ല. ആ 100 രൂപ ആ പച്ചക്കറിക്കാരന്റെ കുട്ടിയുടെ സ്കൂൾ ഫീസായി മാറുന്നു. അത് അവന്റെ പ്രായമായ മാതാപിതാക്കൾക്കുള്ള മരുന്നായി മാറുന്നു. അത് അവന്റെ വീട്ടിലെ ഭക്ഷണമായി മാറുന്നു. നിങ്ങൾ നൽകിയ പണം അപരിചിതനായ ഒരാളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ പോകുന്നു. ഈ സേവന മനോഭാവം നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ നിങ്ങളൊരു സാധാരണക്കാരനല്ല, നിങ്ങളൊരു ദാതാവായി മാറുന്നു. കൊടുക്കുന്നവന്റെ കൈ എപ്പോഴും മുകളിലായിരിക്കും എന്നത് പ്രകൃതിയുടെ നിയമമാണ്. ഈ സേവന മനോഭാവത്തോടെ നിങ്ങൾ കൈകളിൽ നിന്ന് പണം നൽകുമ്പോൾ ആ പണത്തിന്റെ വൈബ്രേഷൻ വളരെ ഉയർന്നതായി മാറുന്നു. ആ പണം എവിടെ പോയാലും ഏത് വീട്ടിൽ പോയാലും അവിടെ ഐശ്വര്യം കൊണ്ടുവരും. ഏറ്റവും പ്രധാനപ്പെട്ട അവസാന ഭാഗം ഇതാണ്: നിന്റെ ആയിരക്കണക്കിന് സുഹൃത്തുക്കളോടൊപ്പം എന്റെ അടുത്തേക്ക് തിരികെ വരൂ. ഇതൊരു അപേക്ഷയല്ല. നിങ്ങളുടെ ഉപബോധ മനസ്സിനും ഈ മുഴുവൻ ക്വാണ്ടം ഫീൽഡിനും നിങ്ങൾ നൽകുന്ന നേരിട്ടുള്ള ഒരു നിർദ്ദേശമാണിത്. നിങ്ങളുടെ പണത്തെ പോകാൻ നിങ്ങൾ സന്തോഷത്തോടെ അനുവദിച്ചു, കാരണം ഒഴുകേണ്ടത് ആവശ്യമാണ്. എന്നാൽ നിങ്ങൾ അതിനെ എന്നേക്കുമായി നിങ്ങളിൽ നിന്ന് അകറ്റിയില്ല. നിങ്ങളുടെ യഥാർത്ഥ വീട് ഞാൻ തന്നെയാണ് എന്ന സ്നേഹപൂർണമായ ഒരു ക്ഷണം, ഒരു തുറന്ന ക്ഷണം നിങ്ങൾ അതിന് നൽകി. നീ പോയി നിന്റെ ജോലി ചെയ്യൂ, ഈ സമ്പദ്വ്യവസ്ഥയിൽ മുഴുവൻ കറങ്ങൂ. എന്നാൽ നീ എന്റെ അടുത്തേക്ക് തന്നെ മടങ്ങിവരണം. ഒറ്റയ്ക്ക് വരാൻ പാടില്ല. നിന്റെ ആയിരക്കണക്കിന് സുഹൃത്തുക്കളെയും കൂട്ടിവേണം വരാൻ. വിതയ്ക്കുന്ന വിത്ത് തന്നെ പല മടങ്ങായി കൊയ്യുമെന്ന് ലോകത്തിലെ എല്ലാ വലിയ മതഗ്രന്ഥങ്ങളിലും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ മാന്ത്രിക വാക്യം അതേ സമ്പന്നതയുടെ വിത്ത് വിതയ്ക്കാനുള്ള ഏറ്റവും ശരിയായ മാർഗമാണ്. ഇനി നിങ്ങൾ എന്നോട് ചോദിച്ചേക്കാം, ഒരു തത്തയെപ്പോലെ ഈ വാക്കുകൾ കാണാപാഠം പഠിച്ചാലോ ചിന്തിക്കാതെ പറഞ്ഞാലോ കാര്യം നടക്കുമോ? ഇല്ല എന്നാണ് എന്റെ ഉത്തരം. വാക്കുകൾ വെറുമൊരു ട്രിഗർ മാത്രമാണ്, തോക്കിലെ വെടിയുണ്ട പോലെ. യഥാർത്ഥ മാന്ത്രികത, യഥാർത്ഥ വെടിമരുന്ന് ഒളിഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ വികാരത്തിലാണ്. നിങ്ങളുടെ വായ കൊണ്ട് നിങ്ങൾ ഈ മാന്ത്രിക വാക്യം പറയുന്നുണ്ടെങ്കിലും ഉള്ളിൽ നിങ്ങളുടെ ഹൃദയം കരയുകയാണെങ്കിൽ, ബില്ലടക്കുന്നതിൽ നിങ്ങൾക്ക് സങ്കടമുണ്ടെങ്കിൽ, ടെൻഷൻ കാരണം നിങ്ങളുടെ വയറ്റിൽ കാളുകയാണെങ്കിൽ ഈ നിയമം ഒട്ടും പ്രവർത്തിക്കില്ല. 0 ഫലമായിരിക്കും ലഭിക്കുക. മികച്ച ഒരു നടനെപ്പോലെ ആ സമ്പന്നതയുടെ റോളിലേക്ക് നിങ്ങൾ പൂർണ്ണമായും പ്രവേശിക്കണം. നിങ്ങൾ വളരെ സമ്പന്നനായൊരു വ്യക്തിയാണെന്ന് നിങ്ങളുടെ ഓരോ അണുവിലും നിങ്ങൾ യഥാർത്ഥത്തിൽ അനുഭവിക്കണം. തന്റെ വിശ്വസ്തരായ പ്രജകളെ ഒരു സുപ്രധാന ജോലിക്കായി പുറത്തേക്കയക്കുന്ന ഒരു വലിയ ചക്രവർത്തിയാണ് നിങ്ങൾ. നിങ്ങളുടെ കയ്യിലുള്ള നോട്ട് ഒരു വിത്താണെന്ന് സങ്കൽപ്പിക്കുക. ഒരു കർഷകൻ തന്റെ പാടത്ത് വിത്തെറിയുമ്പോൾ അവൻ നെഞ്ചത്തടിച്ച് കരയുമോ? എന്റെ വിത്ത് പോയല്ലോ, എനിക്ക് വലിയ നഷ്ടം വന്നല്ലോ എന്ന് കരുതി അവൻ കണ്ണുനീർ ഒഴുക്കുമോ? ഇല്ല. വിത്തെറിയുമ്പോൾ ആ കർഷകൻ സന്തോഷത്തോടെ പുഞ്ചിരിക്കുന്നു. അവന്റെ കണ്ണുകളിൽ ആഴത്തിലുള്ള ഒരു തിളക്കം കാണാം. എന്തുകൊണ്ട്? കാരണം ഈ ചെറിയ വിത്ത് മണ്ണിൽ പോയി മരിക്കുകയോ ചീഞ്ഞുപോകുകയോ ഇല്ലെന്നും അതൊരു വലിയ മരമായി മാറി ആയിരക്കണക്കിന് പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുമെന്നും അവന് പൂർണ്ണ വിശ്വാസമുണ്ട്. ചിലവാക്കുന്നതും ഒരു വിത്ത് വിതയ്ക്കുന്നത് പോലെയാണെന്ന് എപ്പോഴും ഓർക്കുക. നിങ്ങളുടെ ഓരോ ചിലവും ഒരു പുതിയ വിത്താണ്. നിങ്ങളുടെ വാഹനത്തിൽ പെട്രോൾ അടിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ വേഗതയ്ക്കുള്ള വിത്താണ് നിങ്ങൾ വിതയ്ക്കുന്നത്. നിങ്ങൾ നല്ല ഭക്ഷണം വാങ്ങുമ്പോൾ മികച്ച ആരോഗ്യത്തിനുള്ള വിത്താണ് നിങ്ങൾ വിതയ്ക്കുന്നത്. നിങ്ങളുടെ വീട്ടുവാടകയോ EMI നൽകുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിന്റെ സുരക്ഷയ്ക്കുള്ള വിത്താണ് നിങ്ങൾ വിതയ്ക്കുന്നത്. ഈയൊരു കാഴ്ചപ്പാട് സ്വീകരിച്ചാൽ ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. ഇന്നലെ വരെ നിങ്ങളെ വേട്ടയാടിയ ഭയം ഒരു നീരാവിയായി മാറുന്നത് നിങ്ങൾ കാണും. ബില്ലുകൾ വരുമ്പോൾ നിങ്ങൾ പരിഭ്രാന്തരാകില്ല, പകരം ആ ബില്ലുകളെ നിങ്ങൾ ധൈര്യത്തോടെ സ്വാഗതം ചെയ്യും. നീ എന്റെ അടുത്തേക്ക് വരൂ, നിനക്ക് നൽകാൻ എനിക്ക് മതിയായ സമ്പത്തുണ്ട്, നിന്നെ നൽകുന്നതിലൂടെ എന്റെ ജീവിതത്തിൽ കൂടുതൽ സമ്പത്തിന് ഞാൻ ഇടം നൽകുകയാണ് എന്ന് നിങ്ങൾ പറയും. നിങ്ങളുടെ മനസ്സിൽ യാതൊരു സംശയവുമില്ലാതിരിക്കാൻ വളരെ പ്രായോഗികമായൊരു ഉദാഹരണം ഞാൻ നൽകാം. നിങ്ങളൊരു പലചരക്ക് കടയിൽ നിൽക്കുകയാണെന്ന് കരുതുക. നിങ്ങൾ 500 രൂപയുടെ സാധനങ്ങൾ വാങ്ങി. നിങ്ങളുടെ പേഴ്സിൽ നിന്ന് 500 രൂപയുടെ പുത്തൻ നോട്ടെടുത്തു. ആ നോട്ട് കടക്കാരന് നൽകുന്നതിന് മുമ്പ് ഒരു നിമിഷം അതിലേക്ക് നോക്കുക. അവനെ നിങ്ങളുടെ ഉറ്റ സുഹൃത്തായി കാണുക, ശത്രുവായിട്ടല്ല. മനസ്സിൽ സ്നേഹത്തോടെ അവനോട് പറയുക, നന്ദി എന്റെ സുഹൃത്തേ, ഈ അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാൻ നീ ഇന്നെന്നെ ഒരുപാട് സഹായിച്ചു. ഇനി പോകൂ, ഈ കടക്കാരനെ സഹായിക്കൂ, ഇയാളുടെ കച്ചവടത്തിൽ ഐശ്വര്യം വർദ്ധിപ്പിക്കൂ. എന്നിട്ട് ലോകം മുഴുവൻ ചുറ്റി നിന്റെ ആയിരക്കണക്കിന് സുഹൃത്തുക്കളോടൊപ്പം എന്റെ അടുത്തേക്ക് മടങ്ങിവരൂ. ഈ മഹത്തായ വികാരം ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ആ നോട്ട് കടക്കാരന്റെ കയ്യിൽ വയ്ക്കുമ്പോൾ വിശ്വസിക്കൂ, ആ നിമിഷം നിങ്ങളുടെ ശരീരഭാഷ മാറും. നിങ്ങളുടെ മുഖത്ത് വല്ലാത്തൊരു സമാധാനവും രാജാവിന്റേതുപോലുള്ള പുഞ്ചിരിയുമുണ്ടാകും.
നിങ്ങളിൽ നിന്ന് ആ നോട്ട് വാങ്ങുമ്പോൾ ആ കടക്കാരനും വല്ലാത്തൊരു പോസിറ്റീവ് എനർജി അനുഭവപ്പെടും. പണം ഒരു ഉയർന്ന വൈബ്രേഷനുള്ള ഊർജ്ജമാണെന്ന് ഓർക്കുക. അത് എപ്പോഴും ഉയർന്ന വൈബ്രേഷനുള്ള ആളുകളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ഇപ്പോൾ നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാകും, ഇന്ന് നമ്മൾ നോട്ടുകൾ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. നമ്മൾ UPI, ഫോൺപേ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡുകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഈ നിയമം ഡിജിറ്റൽ ലോകത്തും പ്രവർത്തിക്കുമോ? 100% പ്രവർത്തിക്കും. ഊർജ്ജത്തിന് ഒരു പ്രത്യേക രൂപമില്ല. ഊർജ്ജം അദൃശ്യമാണ്. നിങ്ങൾ മൊബൈലിൽ പേ ബട്ടൺ അമർത്തുമ്പോഴോ നിങ്ങളുടെ പിൻ നൽകുമ്പോഴോ സ്ക്രീനിൽ ലോഡിംഗ് നടക്കുന്ന ആ കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങളുടെ കണ്ണുകൾ സ്ക്രീനിൽ ഉറപ്പിക്കുക. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം പോകുന്നത് നോക്കുക. അത് പോകുന്നത് കാണുക. എന്നാൽ സങ്കടത്തോടെയല്ല. ഒരു വെളുത്ത പ്രാവിനെ തുറന്ന ആകാശത്തേക്ക് പറത്തിവിടുന്നതുപോലെ അതിനെ കാണുക. ഗുണിച്ചായി തിരികെ വരൂ എന്നൊരു സന്ദേശം നിങ്ങൾ അതിന്റെ കാലിൽ കെട്ടിവച്ചിട്ടുണ്ട്. സ്ക്രീനിൽ പേയ്മെന്റ് വിജയിച്ചു എന്ന പച്ച മെസ്സേജ് വരുമ്പോൾ ഉടൻ തന്നെ പുഞ്ചിരിച്ചുകൊണ്ട് മനസ്സിൽ പറയുക, തഥാസ്തു, ഇത് 100 ഇരട്ടിയായി എന്റെ അടുത്തേക്ക് മടങ്ങി വരുന്നു. ആത്മീയ ഭാഷയിൽ ഈ പ്രക്രിയയെ സ്പിരിച്വൽ മണി ലോണ്ടറിംഗ് എന്നും വിളിക്കാം. ലോകത്തിലെ ഭയവും ഉത്കണ്ഠയും അസൂയയും കാരണം മലിനമായ നിങ്ങളുടെ പണത്തെ നിങ്ങളുടെ അനുഗ്രഹങ്ങളിലൂടെയും അചഞ്ചലമായ വിശ്വാസത്തിലൂടെയും നിങ്ങൾ കഴുകി വൃത്തിയാക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ പണത്തെ സൂപ്പർചാർജ് ചെയ്യുകയാണ്. എന്നാൽ ഇപ്പോൾ വലിയൊരു മുന്നറിയിപ്പ് കേൾക്കുക. സൂക്ഷിക്കുക. ഈ മാന്ത്രിക പരീക്ഷണത്തിൽ വലിയൊരു തടസ്സമുണ്ട്. വളരെ വലിയ ഒരു ശത്രുവുണ്ട്. ആ തടസ്സം നിങ്ങളുടെ സ്വന്തം സംശയമാണ്. നിങ്ങളുടെ യുക്തിസഹജമായ മനസ്സ് ഓരോ പുതിയതും നിഗൂഢവുമായ കാര്യങ്ങളെ ചോദ്യം ചെയ്യുന്നു. നിങ്ങളിതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം വരും, നീ എന്ത് വിഡ്ഢിത്തമാണ് ചെയ്യുന്നത്? ഇങ്ങനെ കാറ്റിൽ പറഞ്ഞാൽ എവിടെ നിന്നെങ്കിലും പണം തിരികെ വരുമോ? വെറുതെ ചിന്തിക്കുകയും പറയുകയും ചെയ്തുകൊണ്ട് മാത്രം ഇങ്ങനെ സംഭവിക്കുമായിരുന്നെങ്കിൽ ലോകത്തുള്ള എല്ലാവരും ഇന്ന് അംബാനിയാകുമായിരുന്നില്ലേ എന്ന്. എന്റെ സുഹൃത്തെ, സൂക്ഷിക്കുക. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും തലമുറകളായി ദരിദ്രരാക്കി മാറ്റിയ പൈശാചിക ശബ്ദമാണിത്. ഇത് നിങ്ങളുടെ പഴയ ദാരിദ്ര്യ പാറ്റേണിന്റെ ശബ്ദമാണ്. നിങ്ങളുടെ വായകൊണ്ട് നിങ്ങൾ ഈ മാന്ത്രിക വാക്യം പറയുകയും അതേസമയം നിങ്ങളുടെ തലച്ചോറ് ഇതെല്ലാം അസംബന്ധവും നുണയുമാണെന്ന് ഉള്ളിൽ പറയുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തന്നെ അയക്കുന്ന ഫ്രീക്വൻസി നിങ്ങൾ തന്നെ ഇല്ലാതാക്കുകയാണ്. 2 വിപരീത തരംഗങ്ങൾ പരസ്പരം കൂട്ടിമുട്ടുമ്പോൾ അവ പരസ്പരം പൂർണ്ണമായും നശിപ്പിക്കുന്നു. അതുകൊണ്ട് ആദ്യ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇതിൽ പൂർണ്ണ വിശ്വാസം വരുന്നില്ലെങ്കിൽ ഇതൊരു ഭാരമാക്കരുത്. ഇതൊരു കളി പോലെ എടുക്കുക. ഇതൊരു രസകരമായ ഗെയിമായി കണക്കാക്കുക. സ്വയം പറയുക, ഇതിൽ പറഞ്ഞതല്ലേ, അടുത്ത 21 ദിവസത്തേക്ക് ഈ ഗെയിം കളിച്ചു നോക്കാം, എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാം. എനിക്കായാലും നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ. കളിയിൽ ഒരിക്കലും സമ്മർദ്ദമില്ല. കളിയിൽ വിനോദം മാത്രമേയുള്ളൂ. കാര്യങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് ഏറ്റവും വേഗത്തിൽ പ്രവർത്തിക്കുന്നത് സന്തോഷത്തിലാണെന്ന് ഓർക്കുക, അല്ലാതെ സമ്മർദ്ദത്തിലും ഭയത്തിലുമല്ല. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ മറ്റൊരു വലിയ ചോദ്യം വരുന്നുണ്ടാകും. ഇത് 100 മടങ്ങ് എങ്ങനെ തിരികെ വരും? പെട്ടെന്ന് ആകാശം പിളർന്ന് നോട്ടുകളുടെ മഴ പെയ്യുമോ? ആരെങ്കിലും ഒറ്റ രാത്രി കൊണ്ട് പണം നിറച്ച ചാക്ക് എന്റെ വീടിന് പുറത്തുവെച്ചു പോകുമോ? ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല. പ്രപഞ്ചം ഒരു വലിയ മാന്ത്രികനാണ്, പക്ഷേ അതെപ്പോഴും താൻ സൃഷ്ടിച്ച പ്രകൃതി നിയമങ്ങളിലൂടെയാണ് കളിക്കുന്നത്. ഈ പുതിയ രാജകീയ ഭാവത്തോടെ നിങ്ങൾ പണം ചിലവാക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ തലച്ചോറിന്റെ ഒരു പ്രത്യേക ഭാഗം പുതിയ അവസരങ്ങൾക്കായി തുറക്കപ്പെടും. കാരണം ഇപ്പോൾ നിങ്ങൾ ഇല്ലായ്മയെക്കുറിച്ച് വിലപിക്കുന്നത് നിർത്തി. അതിനാൽ നിങ്ങളുടെ ചുറ്റും പണം സമ്പാദിക്കാനുള്ള പുതിയതും എളുപ്പമുള്ളതുമായ വഴികൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ കഴിയും. നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു വലിയ പുതിയ ക്ലയന്റിനെ ലഭിച്ചേക്കാം. ഓഫീസിൽ നിങ്ങളുടെ ബോസ് പെട്ടെന്ന് നിങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിക്കുകയോ നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം നൽകുകയോ ചെയ്തേക്കാം. വിപണിയിൽ വില കൂടിയ സാധനങ്ങൾക്ക് നിങ്ങൾക്ക് വലിയ കിഴിവ് ലഭിച്ചേക്കാം. കാരണം വിവേകത്തോടെ പണം ലാഭിക്കുന്നതും പണം സമ്പാദിക്കുന്നതിന് തുല്യമാണെന്ന് ഓർക്കുക. നിങ്ങൾ മറന്ന് സങ്കടപ്പെട്ട നിങ്ങളുടെ പഴയ കുടുങ്ങിയ പണം പെട്ടെന്ന് നിങ്ങൾക്ക് തിരികെ ലഭിച്ചേക്കാം. അല്ലെങ്കിൽ കുളിക്കുമ്പോഴോ ഡ്രൈവ് ചെയ്യുമ്പോഴോ നിങ്ങളുടെ ജീവിതം ഒറ്റ രാത്രി കൊണ്ട് മാറ്റിമറിക്കുന്ന ഒരു ബിസിനസ് ആശയം പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിച്ചേക്കാം. വരുന്ന വഴികൾ നിരവധിയാണ്, അനന്തമാണ്. വഴികളെക്കുറിച്ച് നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ടതില്ല. നിങ്ങളുടെ വൈബ്രേഷൻ ശരിയായി നിലനിർത്തുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ലക്ഷ്യസ്ഥാനത്ത് എങ്ങനെ എത്തിച്ചേരാം? ഏതൊക്കെയാണ് വഴികൾ? ഇതെല്ലാം ഈ പ്രപഞ്ചത്തിന്റെ GPS-ന്റെ ജോലിയാണ്. നിങ്ങളുടെ ജോലി സ്റ്റിയറിംഗ് മുറുകെ പിടിക്കുകയും സന്തോഷത്തോടെ വാഹനം ഓടിക്കുകയും ചെയ്യുക മാത്രമാണ്. ഇനി ഞാൻ നിങ്ങൾക്കൊരു വലിയ രഹസ്യം നൽകാം. ദ സീക്രട്ടിലെ ഏറ്റവും വലിയ രഹസ്യവും ഇതാണ്. നിങ്ങൾ പണം ചിലവാക്കുമ്പോഴെല്ലാം അത് നിങ്ങളുടെ സ്വന്തം അത്യാഗ്രഹത്തിനു വേണ്ടി മാത്രമല്ല, ആ പണം ലഭിക്കുന്ന വ്യക്തിയുടെ അഭിവൃദ്ധിക്കു വേണ്ടി ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുക. നിങ്ങൾ ഒരു ഓട്ടോറിക്ഷക്കാരന് 50 രൂപ നൽകുന്നുവെന്ന് കരുതുക. പണം നൽകുമ്പോൾ മനസ്സിൽ ഇത്രമാത്രം പറയുക, ഈ പണം ഈ റിക്ഷാക്കാരന്റെ ജീവിതത്തിൽ വലിയ ഐശ്വര്യം കൊണ്ടുവരട്ടെ.
അവന്റെ കുട്ടികളുടെ മുഖത്ത് ചിരി വിടർത്തട്ടെ. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, ഞാൻ എന്തിന് മറ്റൊരാളുടെ നന്മയെക്കുറിച്ച് ചിന്തിക്കണം? എനിക്ക് എന്റെ 100 മടങ്ങ് ലഭിക്കുന്നതിലാണ് കാര്യം. ഇത് ഇത്ര പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം നാം എല്ലാവരും ഈ പ്രപഞ്ചത്തിലെ ഒരേ പരമമായ ബോധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ വ്യത്യസ്തരല്ല. ദരിദ്രനോ അപരിചിതനോ ആയ ഒരാൾക്ക് നിങ്ങൾ ആത്മാർത്ഥമായി അനുഗ്രഹം നൽകുമ്പോൾ ലോകത്ത് സമൃദ്ധി വിതരണം ചെയ്യുന്ന ശക്തമായൊരു സ്രോതസ്സാണ് നിങ്ങളെന്ന ഉറപ്പുള്ള സന്ദേശമാണ് നിങ്ങൾ പ്രപഞ്ചത്തിന് നൽകുന്നത്. ലോകത്തിന് വിതരണം ചെയ്യുന്ന സ്രോതസ്സിനെ ഒരിക്കലും ശൂന്യമായി വിടാതിരിക്കാനുള്ള മുഴുവൻ ഉത്തരവാദിത്വവും ഈ പ്രകൃതി ഏറ്റെടുക്കുന്നുവെന്ന് ഓർക്കുക. ഒരു കിണർ തന്റെ വെള്ളം തീർന്നുപോകുമെന്ന് കരുതി വെള്ളം കൊടുക്കുന്നത് നിർത്തിയാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതിലെ ഉറവുകളെല്ലാം വറ്റിപ്പോകും. വെള്ളം ഉള്ളിൽ കിടന്ന് ചീഞ്ഞുപോകും. എന്നാൽ ആളുകളുടെ ദാഹം ശമിപ്പിക്കാൻ തുടർച്ചയായി വെള്ളം നൽകുന്ന കിണറ്റിൽ പ്രകൃതി അടിയിൽ നിന്ന് തുടർച്ചയായി പുതിയ ഉറവുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആ കിണറായി മാറണം, ഒഴുകുന്ന നദിയായി മാറണം, അല്ലാതെ കെട്ടിക്കിടക്കുന്ന അഴുക്കുകുളമാകരുത്. ചിലർ ഇടയ്ക്കിടെ എന്നോട് പരാതിപ്പെടാറുണ്ട്, ഞങ്ങൾക്ക് ചിലവാക്കാൻ പോലും പണമില്ല, ഞങ്ങളുടെ അവസ്ഥ വളരെ മോശമാണ്, ഞങ്ങൾ എന്തു ചെയ്യണം? സുഹൃത്തുക്കളെ, നിങ്ങളുടെ അവസ്ഥ മോശമാണെങ്കിൽ ഈ നിമിഷം മുതൽ നിങ്ങൾ ഈ മാന്ത്രികവിദ്യ സ്വീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇന്ന് നിങ്ങളുടെ പോക്കറ്റിൽ 10 രൂപ മാത്രമേ ഉള്ളൂവെങ്കിലും ആ 10 രൂപ ചിലവാക്കുമ്പോഴും ആ കോടീശ്വരന്റെ വികാരം കൊണ്ടുവരിക. ഈ പ്രപഞ്ചത്തിൽ അളവിന് പ്രാധാന്യമില്ല. ഇവിടെ വികാരങ്ങൾക്ക് മാത്രമേ പ്രാധാന്യമുള്ളൂ. 1000 കോടി രൂപയുടെ അതിമനോഹരമായ വികാരത്തോടെ 1 രൂപ ചിലവാക്കുന്നത് ഭയത്തോടും കരച്ചിലോടും പിശുക്കോടും കൂടി 1 ലക്ഷം രൂപ ചിലവാക്കുന്നതിനേക്കാൾ കോടിക്കണക്കിന് മടങ്ങ് ശക്തമാണ്. പ്രപഞ്ചം പൂജ്യങ്ങൾ എണ്ണാറില്ല. പ്രപഞ്ചം നിങ്ങളുടെ വൈബ്രേഷനാണ് എണ്ണുന്നത്. 1 രൂപ കുറവാണെന്നും 1 കോടി കൂടുതലാണെന്നും അതിനറിയില്ല. അതിനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം കേവലം ഊർജം മാത്രമാണ്. ചെറിയ തുകകൾ ഉപയോഗിച്ച് ഈ കളി പരിശീലിക്കാൻ തുടങ്ങുക. ചെറിയ തുകകളിൽ നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് പൂർണ്ണമായും സുഖം തോന്നുമ്പോൾ വലിയ തുകകൾ നിങ്ങളിലേക്ക് ഓടിയെത്തുന്നത് നിങ്ങൾ കാണും. പണം ഒരു അതിഥിയെപ്പോലെയാണെന്നും നിങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കണം. നിങ്ങളുടെ വീട്ടിൽ ഒരു അതിഥി വരുന്നു എന്ന് കരുതുക. അവർ വരുമ്പോൾ നിങ്ങൾക്ക് വളരെ സന്തോഷമാണ്. എന്നാൽ 2 ദിവസം കഴിഞ്ഞ് അവൻ തിരികെ സ്വന്തം വീട്ടിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ കരയാൻ തുടങ്ങുന്നു. അവന്റെ കാലിൽ പിടിച്ചു പോകരുത് എന്ന് പറയുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ആ അതിഥി ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് വീണ്ടും വരാൻ ആഗ്രഹിക്കുമോ? തീർച്ചയായും ഇല്ല. അവൻ ഭയന്നുപോകും. ഇതൊരു ഭ്രാന്താശുപത്രിയാണെന്ന് അവൻ കരുതും. ഇങ്ങോട്ട് വരാൻ എളുപ്പമാണ്, പക്ഷേ പുറത്തുപോകുക അസാധ്യമാണ്. ആ വീട്ടിൽ പോകരുതെന്ന് അവൻ പോയി എല്ലാവരോടും പറയും. അവിടെ സ്വാതന്ത്ര്യമില്ല. എന്നാൽ പോകുമ്പോൾ നിങ്ങൾ ആ അതിഥിയെ അത്ര തന്നെ ഊഷ്മളതയോടും സ്നേഹത്തോടും ആദരവോടും കൂടി യാത്രയയക്കുകയും സുഹൃത്തെ വീണ്ടും വരിക, പെട്ടെന്ന് വരിക എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയും ചെയ്താൽ ആ അതിഥി സന്തോഷത്തോടെ നിങ്ങളുടെ വീട്ടിലേക്ക് വീണ്ടും വരും. അടുത്ത തവണ വരുമ്പോൾ അവൻ തന്റെ ധനികരായ സുഹൃത്തുക്കളെയും കൂട്ടിക്കൊണ്ടുവരും. ആ വീട്ടിൽ ഒരുപാട് ബഹുമാനവും സ്നേഹവും ലഭിക്കുമെന്ന് പറഞ്ഞ് അവരെയും കൊണ്ടുവരും. പണം ആ അതിഥിയാണ്. സ്നേഹത്തോടെ പോകാൻ അനുവദിക്കുക. അങ്ങനെ അതിന് വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ കഴിയും. പണത്തെ ഒരിക്കലും വെറുക്കരുത്. പണം മോശമാണെന്ന് ലോകത്തിലെ പലരും ഉപദേശിക്കുന്നു. പണം പാപമാണ് എന്ന് പറയും. ഇത് തികച്ചും തെറ്റായതും അസംബന്ധവുമായ ചിന്തയാണ്. പണം ഒരു ലെൻസ് മാത്രമാണ്. പണം കാര്യങ്ങളെ വലുതാക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ നല്ല ഹൃദയമുള്ള വ്യക്തിയാണെങ്കിൽ പണം നിങ്ങളെ കൂടുതൽ മികച്ചവനാക്കും. നിങ്ങൾക്ക് ഈ ലോകത്തിന് ഒരുപാട് നന്മ ചെയ്യാൻ കഴിയും. നിങ്ങൾ ഉള്ളിൽ മോശക്കാരനും അത്യാഗ്രഹിയുമാണെങ്കിൽ പണം നിങ്ങളെ കൂടുതൽ മോശക്കാരനാക്കും. അതുകൊണ്ട് ഒരിക്കലും പണത്തെ നിങ്ങളുടെ ശത്രുവായി കാണരുത്. അതിനെ നിങ്ങളുടെ ഏറ്റവും ശക്തനായ പങ്കാളിയായി കാണുക. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ മാന്ത്രികവിദ്യ പരീക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാണോ? എവിടെ പോയാലും തിരികെ നിങ്ങളുടെ കൈകളിലേക്ക് തന്നെ എത്തുന്ന ഒരു ബൂമറാങ് പോലെ നിങ്ങളുടെ സാധാരണ പണത്തെ മാറ്റാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അതെ എന്നൊരു ശബ്ദം വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കമന്റ് ബോക്സിൽ പോയി പൂർണ്ണ ശക്തിയോടെ എഴുതുക, എന്റെ പണം 100 മടങ്ങ് വർദ്ധിച്ച് എന്റെ അടുത്തേക്ക് മടങ്ങി വരുന്നു. ഇതൊരു കമന്റ് മാത്രമല്ല. ഇതെഴുതുന്നതിലൂടെ നിങ്ങൾ ഈ പ്രപഞ്ച സത്യത്തിൽ നിങ്ങളുടെ ശക്തമായ മുദ്ര പതിപ്പിക്കുകയാണ്. സമ്പന്നതയുടെ നിയമം നിങ്ങൾ മനസ്സിലാക്കിയെന്ന് നിങ്ങൾ ഈ പ്രപഞ്ചത്തോട് പറയുകയാണ്. നിങ്ങളുടെ ഈ ഒരു കമന്റ് നിങ്ങളുടെ ഉപബോധ മനസ്സിന് ഒരു ഉറപ്പുള്ള കരാറായി മാറും. ഇപ്പോൾ ഞാൻ വാഗ്ദാനം ചെയ്തതുപോലെ ഇതാ എന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വെല്ലുവിളി. ഇതിനെ 7 ദിവസത്തെ മണി ചലഞ്ച് എന്ന് വിളിക്കുന്നു. അടുത്ത 7 ദിവസത്തേക്ക് അത് 1 രൂപയുടെ മിഠായിയോ 10 രൂപയുടെ ചായയോ 1000 രൂപയുടെ EMIയോ അല്ലെങ്കിൽ വീട്ടുവാടകയോ ആകട്ടെ, പണം നൽകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഈ മാന്ത്രിക വാക്യം ഉപയോഗിക്കുക. നന്ദി എന്റെ സുഹൃത്തെ, പോകൂ, ലോകത്തെ സേവിക്കൂ, നിന്റെ ആയിരക്കണക്കിന് സുഹൃത്തുക്കളോടൊപ്പം എന്റെ അടുത്തേക്ക് മടങ്ങിവരൂ. ഓരോ തവണയും പറയുക.
ഒരു തവണ പോലും മറക്കരുത്. 7 ദിവസത്തിന് ശേഷം ഈ വീഡിയോയിലേക്ക് തിരികെ വന്ന് നിങ്ങളുടെ അനുഭവം താഴെ കമന്റ് ചെയ്ത് ലോകം മുഴുവൻ അറിയിക്കുക. നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ നടക്കുന്ന അത്ഭുതങ്ങൾ കണ്ട് നിങ്ങൾ ആശ്ചര്യപ്പെടുമെന്ന് എനിക്കിന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. പണത്തെക്കുറിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന സമാധാനവും ആശ്വാസവും ദ്രുതഗതിയിലുള്ള ഒഴുക്കും നിങ്ങൾ ഇതിനു മുമ്പ് ഒരിക്കലും അനുഭവിച്ചിട്ടുണ്ടാകില്ല. കൂടാതെ ഈ അമൂല്യമായ വിവരങ്ങൾ നിങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തരുത്. ഇത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ കുടുംബവുമായും സുഹൃത്തുക്കളുമായും നിങ്ങളുടെ എല്ലാ ഗ്രൂപ്പുകളുമായും ഷെയർ ചെയ്യുക. കാരണം വിതരണ നിയമം ഇവിടെയും പ്രവർത്തിക്കുന്നു. സമ്പന്നനാകാനുള്ള ശരിയായ വഴി നിങ്ങൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ, അത് മറ്റുള്ളവരിൽ പ്രവർത്തിക്കുമ്പോൾ ആ സമ്പന്നതയുടെ പാതയിൽ നിങ്ങൾ തന്നെ മുന്നിലെത്തും. നന്മ ചെയ്താൽ നന്മ ലഭിക്കും. നിങ്ങൾ ജനങ്ങൾക്ക് അറിവ് പകരുകയാണ്. പ്രപഞ്ചം നിങ്ങൾക്ക് അറിവും സമ്പത്തും രണ്ടും കോരിത്തരും. ദാരിദ്ര്യത്തിൽ നട്ടം തിരിയാനല്ല നിങ്ങൾ ഈ ലോകത്ത് ജനിച്ചതെന്നോർക്കുക. ചെറിയ പോരാട്ടങ്ങൾക്കല്ല നിങ്ങൾ ജനിച്ചത്. നിങ്ങൾ വളരെ ശക്തനായൊരു സ്രഷ്ടാവാണ്. നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങളുടെ ലോകം സൃഷ്ടിക്കുന്നു. ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ നിങ്ങളുടെ യാഥാർത്ഥ്യം മാറ്റുക. പേഴ്സ് എടുക്കുക. ആ നോട്ട് നോക്കി രാജാവിനെപ്പോലെ പുഞ്ചിരിക്കുക. എന്റെ സുഹൃത്തെ, കളി ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു. പ്രപഞ്ചം നിന്റെ നീക്കത്തിനായി കാത്തിരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഹൃദയപൂർവ്വം ഇഷ്ടപ്പെടുകയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ, ഒരു നിമിഷം പോലും ചിന്തിക്കാതെ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ആ ബെല്ലൈക്കൺ തീർച്ചയായും അമർത്തുകയും ചെയ്യുക. എന്റെ ഓരോ വീഡിയോയും ആദ്യം നിങ്ങളിലേക്ക് എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുവഴി നിഗൂഢവും ജീവിതം മാറ്റിമറിക്കുന്നതുമായ ഒരു വിവരവും നിങ്ങൾക്ക് നഷ്ടമാകില്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പോയാൽ ഒരുപക്ഷെ നമ്മൾ ഇനിയൊരിക്കലും കണ്ടുമുട്ടില്ല. ഈ അറിവിന്റെ അനന്തമായ നിധിയിൽ നിന്ന് നിങ്ങൾ എന്നേക്കുമായി അകന്നുപോകും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി നമ്മുടെ ഈ ശക്തമായ കൂട്ടായ്മയുടെ ഭാഗമാകൂ. നമ്മൾ ഉടൻ തന്നെ വീണ്ടും കാണും, പുതിയൊരു ഊർജ്ജത്തോടും പുതിയൊരു പ്രപഞ്ചശാസ്ത്രത്തോടും കൂടി. അതുവരെ നിങ്ങളെ തന്നെ നന്നായി നോക്കുക. നിങ്ങളുടെ പണം സ്നേഹത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും ലോകത്തൊഴുകാൻ അനുവദിക്കുക. നന്ദി. നിങ്ങളുടെ ജീവിതവും ബാങ്ക് ബാലൻസും എപ്പോഴും ഐശ്വര്യം കൊണ്ട് നിറഞ്ഞിരിക്കട്ടെ.